എല്ലാവർക്കും നമസ്കാരം. വിവാഹ സംബന്ധമായ വീഡിയോകൾ അവതരിപ്പിക്കുന്നതിൽ വിവാഹ തടസ്സം അകറ്റുന്നതിന് ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട പൂജകളെയും വഴിപാടുകളെ പറ്റിയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് മംഗല്യ തടസ്സം അകറ്റുന്നതിനായിട്ട് ഉമാമഹേശ്വര പൂജ, സ്വയംവര പൂജ, മംഗല്യ പൂജ ഇവയാണ് നടത്തി വരുന്നത്. ഇവയുടെ എല്ലാം ഉദ്ദേശം ഒന്നെങ്കിലും ഇതിലെ സങ്കല്പം, ദേവീദേവന്മാരുടെ സങ്കല്പത്തിനാണ് വ്യത്യാസമുള്ളത്. അതായത് ഈ മൂന്ന് പൂജകളും ശിവപാർവതിമാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പൂജകൾ തന്നെയാണ്. ശിവപാർവതിമാരുടെ പ്രീതിക്കും വിവാഹ തടസ്സം ഇല്ലാതാക്കുന്നതിനും ദാമ്പത്യ സൗഖ്യത്തിനും നടത്തുന്ന പൂജയാണ് ഉമാമഹേശ്വര പൂജ. പാർവതിയെ പരിണയിച്ച് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്ന ആ ഒരു സങ്കല്പത്തിലുള്ള ശിവനെയും പാർവതിയെയും കൂടി പൂജിക്കുന്നതാണ് ഉമാമഹേശ്വര പൂജ. വരണമാല്യവുമായിട്ട് ശിവനെ വരിക്കുന്നതിന് സന്നദ്ധമായ ഭാവത്തിൽ നിൽക്കുന്ന പാർവതി ദേവിയെ ധ്യാനിച്ച് നടത്തുന്നതാണ് സ്വയംവര പൂജ. മംഗല്യവതിയായി നിൽക്കുന്ന ദേവിയെ സങ്കല്പിച്ച് ചെയ്യുന്ന പൂജയാണ് മംഗല്യ പൂജ. ഇങ്ങനെ ഈ മൂന്ന് പൂജകളിലും തമ്മിലുള്ള വ്യത്യാസം ദേവതാ സങ്കല്പത്തിലാണ്. പത്മത്തിലേക്ക് പാർവതിയെ ആവാഹിച്ച് സ്വയംവര മന്ത്രം നിശ്ചിത തവണ ജപിച്ച് നടത്തുന്ന പൂജയാണ് സ്വയംവര പൂജ. ഹോമകുണ്ടത്തിലേക്ക് സ്വയംവര പാർവതി ദേവിയെ ആവാഹിച്ച് സ്വയംവര മന്ത്രം നിശ്ചിത തവണ ജപിച്ച് ഹോമം നടത്തുന്നതാണ് സ്വയംവര ഹോമം. വിവാഹ തടസ്സം ഇല്ലാതാക്കുന്നതിന് മാത്രമല്ല, ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിനും പരസ്പര അനുരാഗം വർദ്ധിക്കുന്നതിനും ഉമാമഹേശ്വര പൂജ നടത്താറുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ ഇത് ദമ്പതി പൂജ എന്നാണ് അറിയപ്പെടുന്നത്. പാർവതി പരമേശ്വരന്മാരെ തന്നെയാണ് ഇവിടെ പൂജിക്കുന്നത്. പാർവതി സങ്കല്പമോ പ്രതിഷ്ഠയോ ഉള്ള ക്ഷേത്രമാണെങ്കിൽ സ്വയംവര പൂജ ദേവി സന്നിധിയിൽ വെച്ച് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്രകാരം അല്ലെങ്കിൽ പുറത്ത് പത്മമിട്ട് ദേവിയെ ആവാഹിച്ച് പൂജിക്കും. സ്വയംവര പൂജയെ പറ്റി പറയുകയാണെങ്കിൽ അതിനും സ്വയംവര മന്ത്രം തന്നെയാണ് ജപിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ഈ ഋഗ്വേദ അന്തർഗതമായ മനുസൂക്തം, ശ്രീസൂക്തം, പവമാന സൂക്തം എന്നിവയും ശ്രീ ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യ ലഹരിയും ദേവീ മഹാത്മ്യത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളും ജപിക്കാറുണ്ട്. സ്വാത്വിക ഭാവത്തിലുള്ള ദേവീക്ഷേത്രത്തിലാണ് ഈ പൂജകൾ നടത്താറുള്ളത്. വെള്ളിയാഴ്ചകളിലോ പൗർണമി ദിനത്തിലോ ജന്മനക്ഷത്ര ദിവസമോ കാർത്തിക പൂരം നക്ഷത്ര ദിവസങ്ങളിലോ ഒക്കെയാണ് ഈ പൂജ നടത്തുവാൻ ഉത്തമമായ ദിവസം. സ്വയംവര മന്ത്രം ജപിച്ച് തെറ്റിപ്പൂ കൊണ്ടോ വെളുത്ത പൂക്കൾ കൊണ്ടോ അർച്ചന നടത്തുന്ന സ്വയംവരാർച്ചനയും സ്വയംവര പുഷ്പാഞ്ജലിയും ദേവീക്ഷേത്രത്തിൽ നടത്താറുണ്ട്. ഈ പൂക്കൾ കുങ്കുമം ചേർത്ത് അർച്ചന നടത്തിയാൽ കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കടുത്ത ശത്രുദോഷമോ ആഭിചാരദോഷമോ ചൊവ്വാദോഷമോ കൊണ്ട് വിവാഹ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന ചെമ്പരത്തി പൂ കൊണ്ട് നിശ്ചിത ദിവസങ്ങളിൽ സ്വയംവരാർച്ചന നടത്താവുന്നതാണ്. ഇനി വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വെച്ചാണ് ലക്ഷ്മി നാരായണ പൂജ നടത്തുന്നത്. ജാതകവശാൽ ബുധനോ വ്യാഴമോ വിവാഹ തടസ്സം ചെയ്തു നിൽക്കുന്ന ഗ്രഹമാണെങ്കിൽ ഈ പൂജ നടത്തുന്നതാണ് ഉത്തമം. ഗൃഹത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനും ഈ പൂജ നടത്താവുന്നതാണ്. ചില ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രുക്മിണി പൂജയായും നടത്താറുണ്ട്. കഠിനമായ ദോഷമുണ്ടെങ്കിൽ ലക്ഷ്മി നരസിംഹ പൂജ ചെയ്യുന്നതാണ് ഉത്തമം. ബുധൻ വ്യാഴം ദിവസങ്ങളും ജന്മനക്ഷത്ര ദിവസവും തിരുവോണം രോഹിണി നക്ഷത്രങ്ങളുമാണ് ഈ പൂജ നടത്തുവാൻ ഉത്തമം. ഇനി എല്ലാവർക്കും അറിവുള്ളതുപോലെ സോമവാരവ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ശിവപാർവതിമാരുടെ പ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിങ്കളാഴ്ച വ്രതം. ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതീദേവി അനേക കാലം തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ചു അത്രേ. അങ്ങനെയാണത്രേ ശിവൻ പ്രസാദിച്ചത്. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർ ഞായറാഴ്ച തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം. അന്നേ ദിവസം ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാവൂ. തിങ്കളാഴ്ച ദിവസം പ്രഭാതത്തിൽ സ്നാനം ചെയ്ത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അന്നേ ദിവസം ജലപാനം പോലും ഇല്ലാതെ ഉപവസിക്കുന്നതുമാണ് ഉത്തമം. വൈകുന്നേരവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഏകദേശം 8 മണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യച്ചോറ് ഭക്ഷിച്ച് പാരണ വീട്ടാം. ചൊവ്വാഴ്ചയും മത്സ്യമാംസാദികൾ വെടിയണം. ഇപ്രകാരം 12 തിങ്കളാഴ്ചകളിൽ തുടർച്ചയായോ അല്ലെങ്കിൽ മാസത്തിലെ ഒരു തിങ്കളാഴ്ച എന്ന കണക്കിൽ ഒരു വർഷം കൊണ്ട് 12 എന്ന കണക്കിലോ വ്രതമനുഷ്ഠിക്കാം. ഉത്തമയായ കന്യകമാർക്ക് ഉത്തമനായ ഭർത്താവിനെ ലഭിക്കും. വിവാഹിതരായവർക്ക് ദാമ്പത്യ സൗഖ്യം സിദ്ധിക്കും. ഇതൊക്കെയാണ് തിങ്കളാഴ്ച വ്രതത്തിൻ്റെ ഫലങ്ങൾ. ഇനി അടുത്തത് വെള്ളിയാഴ്ച വ്രതമാണ്. ദേവീപ്രീതിക്ക് വേണ്ടി വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കാറുണ്ട്. വ്യാഴാഴ്ച മുതൽ വ്രതനിഷ്ഠ ആരംഭിക്കണം. വ്യാഴാഴ്ച മുതൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം. ലഘുഭക്ഷണമേ കഴിക്കാവൂ. വെള്ളിയാഴ്ച ദിവസം പ്രഭാതത്തിൽ സ്നാനം ചെയ്ത് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. പകൽ ഉപവസിക്കണം. അതിന് സാധിക്കാത്തവർക്ക് മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കാം.
അന്നേ ദിവസം സൂര്യൻ അസ്തമിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞ് ലളിതമായ രീതിയിൽ ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം. വെള്ളിയാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർ അത്താഴപ്പട്ടിണി കിടക്കരുതെന്നാണ് നിയമം. ശനിയാഴ്ചയും മത്സ്യമാംസാദികൾ വെടിയുകയും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വേണം. ലളിതാ സഹസ്രനാമം, ദേവീ മാഹാത്മ്യം, സൗന്ദര്യലഹരി തുടങ്ങിയവർ ജപിക്കുന്നത് ഉത്തമമാണ്. തുടർച്ചയായിട്ട് 12 വെള്ളിയാഴ്ചകളിലോ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിലോ ഒരു വർഷം കൊണ്ട് 12 എന്ന കണക്കിലോ വ്രതം അനുഷ്ഠിക്കാം. ശുക്രനാണ് വിവാഹ തടസ്സത്തിന് കാരണമെങ്കിൽ ഈ വ്രതം തന്നെയാണ് ഉത്തമം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യാം. പൊതുവെ ജീവിത ഐശ്വര്യത്തിന് ഈ വ്രതം ഉത്തമമാണ്. അതുപോലെ തന്നെ മംഗല്യസിദ്ധിക്ക് ഭാഗവതം, രാമായണം എന്നീ ഗ്രന്ഥങ്ങൾ തുടർച്ചയായിട്ട് ചില ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് വിവാഹ തടസ്സം ഇല്ലാതാക്കും. രാമായണം കിളിപ്പാട്ടിലെ ബാലകാണ്ഡത്തിൽ സീതാസ്വയംവര ഭാഗത്തിൽ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും എന്നത് മുതൽ ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമന് നൽകിയിട് ഞാൻ ജനക മഹീന്ദ്രനും എന്നതുവരെയാണ് പാരായണം ചെയ്യേണ്ടത്. ഭാഗവതം കിളിപ്പാട്ടിൽ രുക്മിണി സ്വയംവര ഭാഗത്ത് മന്നവൻ വിദർഭനാം ഭീഷ്മകൻ തനിക്കിഹ നന്ദനന്മാരെ 5 പേരതിൽ മുമ്പൻ രുക്മി എന്നത് മുതൽ മാനിനിമാരിൽ മണിരത്നമാം രുക്മിണിയും ആനന്ദാബുധവും മുങ്ങി മഗ്നയായി വാണിയിടിനയാൾ എന്നതുവരെ വായിക്കണം. ഇവയൊക്കെ വിവാഹ സിദ്ധിക്ക് അനുയോജ്യമാണ്. ഇനി അറിയേണ്ടത് അവരവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വിവാഹ മംഗല്യ തടസ്സം അകറ്റുന്നതിനുള്ള കാര്യങ്ങളാണ്. അതിൽ പ്രധാനം സ്വയംവര യന്ത്രം ധരിക്കുന്നതാണ്. ഈ യന്ത്രത്തിൻ്റെ മധ്യത്തിലുള്ള വൃത്തത്തിൽ ഹ്രീം എന്ന ശക്തിബീജവും അതിൻ്റെ ഇടതും വലതുമായിട്ട് ആം എന്ന പാശമന്ത്രവും ക്രോം എന്ന അങ്കുശമന്ത്രവുമാണ് ഉള്ളത്. 6 കോണികളിലായിട്ട് സ്ത്രീം, ബ്ലൂം, ഐം, ക്ലിം, സൗ, സ എന്ന മന്ത്രം ഓരോ അക്ഷരങ്ങളും ബാഹ്യത്തിലുള്ള 8 ദളങ്ങളിലായിട്ട് സ്വയംവര മന്ത്രവുമാണ് എഴുതേണ്ടത്. 1-ാമത്തെ വീതിവൃത്തത്തിൽ മാരമാലാമന്ത്രവും 2-ാമത്തെ വീതിവൃത്തത്തിൽ കാമബാണ മന്ത്രവും 3-ാമത്തെ വീതിവൃത്തത്തിൽ മാതൃകാക്ഷരങ്ങളും ഭൂപുര കോണുകളിൽ ക്ലീം എന്ന കാമബീജാക്ഷരവും ദിക്കുകളിൽ ഹ്രീം എന്ന ശക്തിബീജാക്ഷരവുമാണ് എഴുതേണ്ടത്. ഇപ്രകാരം സ്വർണ്ണത്തകിടിലോ വെള്ളത്തകിടിലോ എഴുതി ജലാധിവാസ, പ്രാണപ്രതിഷ്ഠ എന്നിവ ചെയ്ത് അഗ്നിയിൽ നെയ്യ് ഹോമിച്ച് ഹോമസമ്പാദം കൊണ്ട് സ്പർശിക്കണം. അതിനുശേഷമാണ് ഈ യന്ത്രം ധരിക്കേണ്ടത്. വിധിപ്രകാരം ഈ യന്ത്രം എഴുതി ധരിച്ചാൽ ഉത്തമമായ വിവാഹം നടക്കും. ഈ യന്ത്രം ധരിച്ച് നിത്യവും സ്വയംവര മന്ത്രം കൂടി ജപിച്ചാൽ കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകും. സ്വയംവര സങ്കല്പത്തിൽ പാർവതീദേവിയെ ധ്യാനിച്ചുകൊണ്ട് പ്രഭാതത്തിലാണ് സ്വയംവര മന്ത്രം ജപിക്കേണ്ടത്. സ്വയംവര പാർവതി ധ്യാനം ഒരു തവണ ജപിച്ച ശേഷം സ്വയംവര മന്ത്രം 36 തവണ ജപിക്കണം. മന്ത്രജപം ചെയ്യുന്ന കാലത്ത് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂടുതൽ ഫലസിദ്ധി നൽകും. സ്വയംവര പാർവതി ധ്യാനവും സ്വയംവര മന്ത്രവും ഞാനിവിടെ എഴുതി പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇവയൊക്കെ വിവാഹ സിദ്ധിക്ക് അനുയോജ്യമാണ്. അപ്പോൾ ഏവർക്കും നല്ലൊരു വിവാഹ ജീവിതമുണ്ടാകുവാൻ ആശംസിക്കുന്നു. വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തുടർച്ചയായിട്ട് ഇനിയും വിവാഹ സംബന്ധമായ വീഡിയോകളാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.